ബി.ജെ.പി. അധികാരമേറ്റ നാൾ മുതൽ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തിനു മേൽ വർഗീയമായ അജണ്ടകൾ നടപ്പാക്കിക്കൊണ്ടാണ് അവരുടെ രാഷ്ട്രീയം ശക്തിപ്പെടുത്തുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒട്ടും അംഗീകരിക്കാനാകാത്ത നടപടികളും നിയമനിർമ്മാണങ്ങളും അവർക്ക് അനുകൂലമാംവിധം അവർ പടച്ചുണ്ടാക്കുകയുമാണ്. ഏറ്റവും ഒടുവിൽ മുസ്ലിങ്ങൾക്കെതിരായ ഒരു നിയമ ഭേദഗതി കൂടി അവർ പാർലമെന്റിൽ പാസാക്കി, വഖഫ് ബിൽ. നൂറ്റാണ്ടുകളുടെ ചരിത്രങ്ങൾ ഇനി കലാപങ്ങളിലൂടെയല്ലാതെ നിയമത്തിന്റെ പിൻബലത്തിൽ നിഷ്പ്രയാസം തിരുത്തി എഴുതാനും കൈവശപ്പെടുത്താനുമുള്ള നിയമത്തിരുത്തൽ. മതപരമോ ജീവകാരുണ്യപരമോ സ്വകാര്യമോ ആയ കാര്യങ്ങൾക്കായി ഇസ്ലാമിക നിയമപ്രകാരം ഭൂമി കൈവശം വയ്ക്കാനുള്ള അധികാരമായിരുന്നു ഇന്നലെ വരെ വഖഫ്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ലാതെ വരുന്നു. വാക്കുറപ്പുകൾക്കുമേൽ വഖഫ് ഭൂമിയായി തീർന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ഏക്കർ വരുന്ന ഭൂമിക്കിനിമേൽ വഖഫ് ബോർഡിന്റെ സംരക്ഷണത്വമില്ലാതെയായിരിക്കും. തിരുത്തിയ നിയമപ്രകാരം കൃത്യമായ നിയമരേഖകൾ മൂലമേ ഇനി ഒരു ഭൂമി വഖഫ് ഭൂമിയാണെന്ന് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഒരു ഭൂമി വഖഫിൽ പെട്ടതാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിൽ നിന്നും നഷ്ടമാകും. സർവേ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ജില്ലാ കളക്ടറുടേത് മാത്രമായി ഒതുങ്ങും. നിയമങ്ങൾ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തി നിയമപരിധിയിൽ നിന്നുകൊണ്ട് ബി.ജെ.പി. ചെയ്യാൻ പോകുന്ന ചില അപകടകരമായ കാര്യങ്ങൾ പരിശോധിക്കാം. ഇന്ത്യയിലെ മതേതരത്വ വ്യവസ്ഥിതിക്കുമേലുള്ള കനത്ത പ്രഹരമാണ് പുത്തൻ പരിഷ്കാരം. കാലങ്ങളായി ഇന്ത്യയിലെ പല സുപ്രധാന മുസ്ലിം ദേവാലയങ്ങൾക്കുമേലും അവകാശവാദം ഉന്നയിച്ച സംഘപരിവാർ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബാബരി മസ്ജിദ് പൊളിക്കാൻ രഥയാത്ര നടത്തി ആക്രമണം നടത്തേണ്ടി വന്നെങ്കിൽ ഇനി അവർ ഈ പുതുക്കിയ വഖഫ് നിയമം ഉപയോഗിച്ചാവും അവർക്കാവശ്യമുള്ള എല്ലാം അവരുടേതാക്കി മാറ്റുന്നത്. അതിനുള്ള പഴുതുകൾ അവർ ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്ത്യയിലെ സുപ്രധാനമായ മുസ്ലിം പള്ളികളൊക്കെ തന്നെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളവയാണ്. മതിയായ രേഖകൾ അവയ്ക്ക് കാണണമെന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ നിയമത്തിന് ഇരുതല മൂർച്ചയുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടുന്നത്. കൂടാതെ വഖഫ് ബോർഡിന്റെ അംഗങ്ങളെ മുഴുവൻ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം കൂടി സർക്കാരിന്റെ കൈകളിലാകുന്നതോടെ കാര്യങ്ങൾ ഏറെ വ്യക്തം. സമീപ ഭാവിയിൽ തന്നെ ഇന്ത്യയുടെ മതേതരത്വ മൂല്യങ്ങളുടെ അടിത്തറകൾ ബുൾഡോസർ കൊണ്ട് തോണ്ടിയവർ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകും. അതിനുവേണ്ടിയാണവർ സമുദായ സംഘടനകളുടെയും ട്രൈബ്യൂണലുകളുടെയും അധികാര പരിധിയിൽ നിന്നും വഖഫിനെ പിഴുതെടുത്തത്. ഇതിനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോടുള്ള അക്രമമായി കാണാതെ മതേതര വിശ്വാസികളോടുള്ള വെല്ലുവിളിയായി വേണം ഓരോ ജനാധിപത്യ വിശ്വാസികളും കാണാൻ. നാളെ നിങ്ങളുടെ മതവിഭാഗത്തിന് നേരെ ആക്രമണങ്ങളും അനീതിയും പുറപ്പെടുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്നതിനെ നേരിടാൻ തയ്യാറാവണം.